ഇതെങ്ങനെ ചായയും കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഒന്ന് റെഡിയായി പുറത്തു പോയാലോ എന്ന്. കാരണം എന്നെ കണ്ടിട്ട് എനിക്ക് എന്നെ പേടിയായിട്ട് പാടില്ല. സോ ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? നോ വേ. എൻ്റെ കൂടെ എന്തിനും ഏതിനും ഇവളുണ്ടാവും. അങ്ങനെ ഇവളടുത്ത് എവിടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യും പിടിച്ച് എങ്ങോട്ടോ എന്നെ കൊണ്ടുപോയി. ഏത് കാട്ടിലേക്കാടി എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. കാടല്ലടി പാടമാണെന്ന് പറഞ്ഞു. നല്ല അടിപൊളി സ്ഥലം. അങ്ങനെ ഈവനിങ് ഒക്കെ എൻജോയ് ചെയ്ത് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചപ്പോൾ ദാ നിൽക്കുന്നൊരു പോത്ത് വഴിയിൽ. അവളൊരു ധൈര്യത്തിലൊക്കെ പോകുന്നുണ്ട്. എങ്കിൽ നീ ആ പോത്തിനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ ആളെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് സ്കൂട്ടായി. എനിക്കറിയാം പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങൾ വിചാരിച്ച പോലെ ഞാൻ അവളെ പറ്റിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ നേരെ വേറൊരു വീട്ടിൽ ചെന്നിട്ട് ആ ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നു. ആ ചേട്ടൻ്റെ പോത്തായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു. പുള്ളി കുറേ വിശേഷമൊക്കെ തിരക്കി, എവിടെ നിന്നാ എങ്ങനെ വന്നു അതൊക്കെ തിരക്കി, അതൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് നൈസിൽ രക്ഷപ്പെടുത്തി. ആ ചേട്ടൻ അതിന് അതിൻ്റെ വൈക്കോല് കൊടുക്കുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ അങ്ങ് ഇറങ്ങി ഓടി. ഇടയ്ക്ക് പുള്ളി നല്ലപോലെ വാചകം അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞ് പുള്ളി അവസാനം ഞങ്ങളെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി നേരെ വീട്ടിൽ പോയി. ഇനി എവിടെയും പോകണ്ടെന്ന് വിചാരിച്ചു, കാരണം അത്യാവശ്യം വീഡിയോ കോളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വീടെത്തിയപ്പോൾ ആൻറ്റി വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഓ എന്തൊരു ഐശ്വര്യം. അപ്പോൾ ഞങ്ങൾ പോട്ടെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.